ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും ദൈവോന്മുഖമായ നല്ലൊരു ജീവിതത്തിനും യൂത്ത് ഗൈഡ് മാർഗനിർദ്ദേശിയാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുദാഹരണങ്ങളാണ് യൂത്ത് ഗൈഡിലേക്ക് തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളും. കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത വാഗ്മിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് യുവജനങ്ങളുടെ പ്രതിനിധിയായി നമ്മോടൊപ്പം ഉള്ളത് ജീസസ് യൂത്ത് നാഷണൽ ഫുൾ ടൈം പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ റെജി ജെ കരോട്ടാണ്. അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. മാഡം, ഇന്ന് നമുക്കൊരു തികച്ചും ഇച്ചിരി വ്യത്യസ്തമായ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം അതൊന്ന് വായിക്കട്ടെ. ഞാൻ യൂത്ത് ഗൈഡിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുന്ന ഒരു അധ്യാപികയും കുടുംബിനിയുമാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും പഠന വൈകല്യങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളുമെല്ലാം ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എനിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു കുടുംബിനി എന്ന നിലയിൽ ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും അങ്ങനെ ഒരു നല്ല കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും യൂത്ത് ഗൈഡ് എനിക്ക് സഹായകമാകുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരുക്കി തന്ന ശാലോമിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നന്ദിയും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു കത്താണ്, അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ളൊരു കത്താണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ശാലോമിലേക്ക് നമ്മൾ യൂത്ത് ഗൈഡ് പ്രോഗ്രാം ഏതാണ്ട് 10-30 എപ്പിസോഡോളം പോയി കഴിഞ്ഞു. അതെ അതെ. അപ്പോൾ ധാരാളം വ്യൂവേഴ്സ് അതിനുണ്ടെന്ന് അറിയുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നൊന്ന് അറിയുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ കത്തയച്ച ആളോട് ശാലോമിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യ കത്തിലേക്ക് കടക്കാം. കുട്ടികളുടെ ശാരീരിക പക്വത, ആത്മീയ പക്വത ഇവയിലൊക്കെ മാതാപിതാക്കൾ എന്തോരം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇതിനൊരു ഉദാഹരണമാണ് ഈ കത്തെന്ന് എനിക്ക് തോന്നുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ ഈയിടെ സ്കൂളിൽ നിന്ന് വന്ന ശേഷം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ ഞാൻ ആകെ കുഴങ്ങി. അവൾ വന്ന് ചോദിച്ചത് ഇതാണ്: സ്കൂളിൽ കൂട്ടുകാരികളൊക്കെ കണ്ട ഒരു ഫിലിമിൽ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നതായി പറഞ്ഞു. ഈ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണമ്മേ എന്ന്. ഈ പ്രായത്തിലുള്ള കൊച്ചുകുട്ടികളോട് എങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഓക്കെ, എല്ലാ അമ്മമാരും വിഷമിക്കുന്ന ഒരു ചോദ്യമാണ്. പിള്ളേർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്ന് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 വയസ്സായിട്ടുണ്ട്. തീരെ കൊച്ചു കുട്ടിയൊന്നും അല്ല. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മമാര് കുട്ടികളെ ഓരോ പ്രായത്തിൽ അവരെ ഗൈഡ് ചെയ്ത് ഒരുക്കേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത ഇതിലേക്ക് വരുന്നുണ്ട്. ചെറുപ്പക്കാരായ അമ്മമാര് കൂടുതൽ പണ്ടൊക്കെ നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പിള്ളേർക്ക് കിട്ടുമായിരുന്നു, കഥകളിലൂടെ എങ്ങനെയെങ്കിലും. അപ്പം അത് കിട്ടാനുള്ള വഴിയില്ല. അപ്പോൾ സിനിമകളിലൂടെയും അല്ലെങ്കിൽ TV സീരിയലുകളിലൂടെയൊക്കെയാണ് ഈ പീഡനവും ഒക്കെ പിള്ളേർ അറിയുന്നത്. ന്യൂസ് പോലും വാക്കുകളുടെയും അർത്ഥം പോലും മനസ്സിലാകുന്ന വാക്കുകളായിരിക്കില്ല. പീഡനം എന്ന് പറയുന്ന വലിയ പേടിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് പറയേണ്ടത് ഒരു കാര്യം ഇതാണ്: ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം വളരുന്ന പ്രായത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സമയം ഒരു നല്ല സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ വളർച്ചയിലുണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെക്കുറിച്ച്, പീരീഡ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ പീഡനം എന്ന് പറയുന്നത് ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ചാരിത്ര്യ ശുദ്ധി, പവിത്രത അവളെ എന്തിനു വേണ്ടിയാണ്, അത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട വിശുദ്ധിയുടെ ആ ഒരു കാര്യങ്ങൾ അമ്മയ്ക്ക് ഈ സമയത്ത് പറഞ്ഞു കൊടുക്കാം. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളതായിരുന്നു അമ്മയുടെ ബുദ്ധി. അതെ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വളർച്ച, അതിൽ ശൈശവം, ബാല്യം, കൗമാരം, ഈ ഓരോ സമയത്ത് വരുന്ന വ്യത്യാസങ്ങൾ അതൊരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഈ 4 വയസ്സ് വരെ ശൈശവം, പിന്നെ ഒരു ബാല്യം, ആ ബാല്യം തീരുന്ന ഒരു 10 വയസ്സോടെ, പിന്നെ 11 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഒരു അഡോളസൻ സ്റ്റേജ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാല്യത്തിലായി. ബാല്യത്തിലാകുമ്പോൾ അവളിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ പെൺകുട്ടികളിൽ വരുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ആ ഹോർമോൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വൈകാരിക ഭാവങ്ങളുണ്ട്.
കുട്ടികളിൽ വരുന്ന വൈകാരിക ഭാവങ്ങൾ, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നത്, അവരുടെ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത്, അവരിൽ വരുന്ന ഒത്തിരി വ്യത്യാസങ്ങൾ ഇതൊരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം. അതുവരെ അമ്മ പറയുന്നതൊക്കെ ആയിരുന്നു കുട്ടിക്ക് ഇഷ്ടം. അപ്പം ഈ സമയമാകുമ്പോൾ കുട്ടിക്ക് കുറച്ച് സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആൺപെൺ സൗഹൃദങ്ങൾ തുടങ്ങുന്ന ഒരു സമയം ഇപ്പോൾ വളരെ നേരത്തെയാണ്. പണ്ട് ആൺപെൺ സൗഹൃദങ്ങൾ തുടങ്ങിയിരുന്നത് ഒരു 16-17 വയസ്സിലാണ്. ആ 16-17 വയസ്സ് വിട്ടിട്ട് ഇന്ന് 9-10 വയസ്സാകുമ്പോൾ തന്നെ സൗഹൃദങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഈ സിനിമയോ പാട്ടോ ഒക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആൺപെൺ സൗഹൃദങ്ങളിൽ ഒരു ആൺകുട്ടിയോട് എത്രമാത്രം സൗഹൃദമാകാം, ഏത് ലെവൽ വരെ പോകാം, അപ്പോൾ അവനെ എവിടെ വരുന്ന ഒരു വരയ്ക്കപ്പുറം നിർത്താൻ ഈ പെൺകുട്ടിക്ക് ഉള്ള ഒരു ഗൈഡൻസ് അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഈ പീഡനം എന്ന് പറയുന്നതിനെ വേറൊരു അർത്ഥത്തിൽ അമ്മ കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു അതിനെ ഒരു ലൈംഗികതയുടെ അവസ്ഥയിലേക്ക് അമ്മ കൊണ്ടുപോകേണ്ട കാര്യമില്ല. കുട്ടിക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ അതെ, അതിന്റെ അർത്ഥം നമ്മുടെ ശരീരശുദ്ധി നശിക്കുന്ന രീതിയിൽ ആണുങ്ങൾ കൈവയ്ക്കാൻ പാടില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്ര വലിയ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. യഥാർത്ഥ സമയത്ത് കുട്ടികളുടെ വളർച്ചയുടെ സമയത്ത് ഓരോ സമയത്തും അവർക്ക് വേണ്ടതായ ഗൈഡൻസും വസ്ത്രധാരണവും അതൊക്കെ അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കൊച്ചു ചോദിച്ച അമ്മയ്ക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. അതിനെ പേടിക്കുന്ന ഒരു കാര്യമായിട്ട് അമ്മ എടുക്കണ്ട. കാരണം കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു ടൈം അമ്മയ്ക്ക് കിട്ടി. അപ്പം അമ്മ അതിനെ നല്ല അർത്ഥത്തിൽ കാണുക, കുട്ടിക്ക് ആവശ്യമായ ഗൈഡൻസ് ആ സമയത്ത് കൊടുക്കുക. പിന്നെ ആ കുട്ടി അമ്മയോട് ഈ കാര്യം പറയുമ്പോൾ അമ്മ ചൂടാവുകയോ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ, നീ എന്തിനാ ഇത്ര കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്? സാധാരണ അമ്മമാർ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അവർക്ക് എന്താ പറയുക, മറുപടി പറയാൻ മുട്ടുമ്പോ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ കണ്ടില്ലേ, ഇത് കൂട്ടുകാരുടെ ആ പിയർ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു ഇതൊക്കെയാണോ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൾ അമ്മയിൽ നിന്ന് പലതും മറയ്ക്കും. ഇവൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അമ്മയോട് വന്ന് പറയത്തില്ല. അപ്പൊ അമ്മയുമായിട്ടുള്ള ഒരു സൗഹൃദം ടീനേജേഴ്സിൽ തുടങ്ങണം. അമ്മയായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ അവർ കേൾക്കുന്ന ഏത് കാര്യങ്ങളും അവർ അമ്മയുടെ അടുത്ത് വന്ന് പറയും. അപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോഴും അമ്മയ്ക്ക് അറിയാൻ മേലെങ്കിൽ ഇനി ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മമാരോട്, നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല, അതിന് പറ്റുന്ന ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ ഇത്തരം കുട്ടികളുമായിട്ടൊന്ന് പോയാൽ മതി. ചിലപ്പോൾ നല്ല സിസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ നല്ല കൗൺസിലേഴ്സ് കാണും. ആരുടെയെങ്കിലും ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ആരെങ്കിലും ഒരു നല്ല ഉപദേശം ആ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് അമ്മ എടുക്കുക. അമ്മ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഓരോ കുട്ടിയുടെയും വളർച്ച, ആണായാലും പെണ്ണായാലും, അവരുടെ വ്യത്യാസങ്ങളെക്കുറിച്ച്, ശാരീരിക വളർച്ചയെക്കുറിച്ച്, മാനസികമായിട്ട് അവർക്ക് വരുന്ന വൈകാരിക ഭാവങ്ങളെക്കുറിച്ച് അവർക്ക് അതാത് സമയത്ത് അമ്മ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേർ കുഴപ്പത്തിൽ പോയി ചാടത്തില്ല. കാരണം പലപ്പോഴും ഇത്തരം പ്രായത്തിലുള്ള കുട്ടികൾ കുഴപ്പത്തിൽ ചാടുന്നത് പുറത്തുനിന്നല്ല എന്ന് അമ്മമാരറിയണം. വീടിനുള്ളിൽ തന്നെ പതിയിരിക്കുന്ന അപകടങ്ങൾ ധാരാളം ഉണ്ട്. കുട്ടിക്ക് അതിനെ നേരിടാനുള്ള ഒരു ഗൈഡൻസ് അതായിരിക്കും ഈ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു സമയമായിട്ട് അമ്മയ്ക്ക് എടുക്കാൻ പറ്റുന്നത്. രജി സാർ, സാറിൻ്റെ മോളാണ് ഇങ്ങനെ ഒരു പ്രശ്നം സാറിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ സാർ എന്ത് മറുപടി ആയിരിക്കും നൽകുക? ഞാൻ വിചാരിക്കുന്ന ഒരു നല്ല അവസരം എന്ന് വെച്ചാൽ കുട്ടിയോട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാക്കാതെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാൻ എളുപ്പം കിട്ടി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഏതെല്ലാം കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം ലിമിറ്റ് വരെ നമുക്ക് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും അടുക്കാൻ കഴിയും, നമ്മുടെ ദൈവികമായ നമ്മുടെ വിശുദ്ധി നമ്മൾ എത്രമാത്രം കാത്തു സൂക്ഷിക്കണം. ഒരുപക്ഷെ നമുക്ക് മരിയ കുര്യത്തയുടെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉള്ള, ഞാനൊരു 7-8 വർഷം മുമ്പ് ഡൽഹിയിലെ ഒരു നേഴ്സസിൻ്റെ പ്രോഗ്രാമിന് പോയി. അപ്പോൾ ഒരു പെൺകുട്ടി ഷെയർ ചെയ്തൊരു കാര്യം, അത് ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവൾ ചെയ്തത് ഇതാണ്, അവളുടെ രാത്രിയിൽ അവളുടെ ഡ്യൂട്ടി ഉള്ള സമയത്ത് ഒരു പഞ്ചാബി ഡോക്ടറെ അടുത്താണ് അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർ വളരെ രൂക്ഷമായിട്ട് ഇവളോട് പ്രവർത്തിക്കുകയും അവളോട് പിന്നെ അയാളുടെ കൂടെ അന്ന് സംവദിക്കാൻ, അല്ലെങ്കിൽ അന്ന് ശയിക്കാനുള്ള ആവശ്യം അയാൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അവളൊരു ജിസുകാരിയായിരുന്നു. അവൾ കൊന്തയെടുത്ത് കൊന്ത ചെല്ലാൻ തുടങ്ങി. ഇവളോട് മാറാൻ പറഞ്ഞെങ്കിലും ഇവള് മാറിയില്ല. അവൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അയാൾ വളരെ ദേഷ്യപ്പെട്ട് ഇവളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ വിശുദ്ധി അയാൾക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് മാതാവിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ അവൾക്ക് കിട്ടി. ഈ കൊന്ത ചെല്ലലാണ് അവളെ അതിന് ബലപ്പെടുത്തിയത്. വേറെ അനുഭവം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുമ്പിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തട്ടത്തിൽ ഒരാൾ ഒരു നൂലിട്ട് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. അത് എൻ്റെ തന്നെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ബസ് നിർത്തി കഴിയുമ്പോൾ ഈ കുട്ടി ഈ തട്ടത്തിൻ്റെ ഇതും കെട്ടി താഴോട്ട് വീഴാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ
ആദ്യം ഞാൻ വിചാരിച്ചു കാണാൻ രസമുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത. പക്ഷേ സെക്കൻഡ് ലെവലിൽ ഞാൻ വിചാരിച്ചു എൻ്റെ പെങ്ങൾ, എനിക്കൊരു പെങ്ങളേ ഉള്ളൂ, എൻ്റെ പെങ്ങളെ ഇങ്ങനെ ഒരാൾ ചെയ്താൽ വാട്ട് ഈസ് മൈ റെസ്പോൺസ്, ഞാൻ എങ്ങനെ പ്രതികരിക്കും, അതെൻ്റെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചൊരു ചോദ്യം, ഇത് അഴിക്കാൻ പറയുക. പക്ഷെ അത് പറയാനുള്ളൊരു ധൈര്യം എനിക്കില്ല, കാരണം എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇത് ചെയ്തത്. അവൻ നൂല് പാൻസിൻ്റെ കേസിൽ ഇട്ടുകൊണ്ട് വന്നത് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു, മോനെ ഇത് അഴിക്കടാന്ന് പറഞ്ഞു. അവൻ എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. രണ്ടാമതൊന്നും കൂടി പറഞ്ഞു, അവൻ ചെയ്തില്ല. അടുത്ത ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇത് അഴിച്ചില്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലെത്തും, കുട്ടി താഴെ വീഴും. അപ്പം അത് ശരിയായ പരിപാടിയില്ല. അഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പോലും എനിക്ക് ബോൾഡായിട്ട് പറയാനായിട്ട് പറ്റി. അവനത് അഴിച്ചു. അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ധാരാളം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ജീവിത വിശുദ്ധിയിൽ തുടരണമെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ശക്തിയും ഒപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഒരുപാട് സഹായകമാവും. അപ്പോൾ നമ്മൾ പ്രോപ്പർ ടൈമിൽ ആളുകളെ ഗൈഡ് ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം തോന്നുന്ന അവസരമായിരിക്കും, പക്ഷെ അവരോട് നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് ആദ്യം പറഞ്ഞു നോക്കിയിട്ട് 1-2 പ്രാവശ്യം നോക്കിയിട്ട് നീതിപൂർവ്വം അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്, അല്ല ആൻസർ എനിക്ക് തോന്നിയത്, അമ്മയ്ക്ക് നല്ലൊരു അവസരമാണ് അവിടെ കിട്ടിയത്. ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ നന്നായി ഗൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ അടുത്താണ്. അപ്പോൾ അതവർ പരമാവധി ഉപയോഗിക്കട്ടെ. ഇത്തരത്തിലുള്ള അവസരങ്ങൾ പരമാവധി ദൈവാത്മാവ് തോന്നിക്കുന്നത് പോലെ തന്നെ ചെയ്യാനും, പിന്നെ ചിലപ്പോൾ മരിയ കുര്യാത്തിയുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും വിശുദ്ധന്മാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സമയവും ഈ അവധിക്കാലത്തൊക്കെ ഒന്ന് വായിക്കാൻ ഓർമ്മിപ്പിക്കാവുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഈ കൊച്ചു കഥകളൊക്കെ കേൾക്കാതെ ജീവിക്കുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചിത്രകഥകളൊക്കെ വളരെ, അല്ലെങ്കിൽ കഥപുസ്തകങ്ങൾ പോലെയുള്ള ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നത് വളരെ സഹായകരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടിയെ ഗൈഡ് ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ ഈ വീണ് കിട്ടുന്നത് എവിടുന്നാണോ അവിടുന്ന് പിക്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. അല്ല, അങ്ങനെയാണല്ലോ യൂത്ത് ഗൈഡ് എപ്പോഴും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക. ഗൈഡ് ചെയ്യുന്നത് ഒരു സ്നേഹപൂർവ്വമുള്ള ഗൈഡലും തലോടലുമാകുമ്പോൾ പലപ്പോഴും ഇന്ന് നമ്മളുടെ അപ്പനും അമ്മയ്ക്കും കുറഞ്ഞു പോകുന്നത് ഈ തലോടലുകൾ കൊടുക്കാൻ പറ്റാത്തതാണ്. മാഡം, ഈ കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം സഹപാഠികളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഒരു മുതിർന്ന അധ്യാപകൻ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന അമ്മാവന്മാരോ ആരെങ്കിലും ആ കുട്ടിയെ ചേർത്ത് നിർത്തുന്നതോ കൂടെ ഇരുത്തുന്നതോ മടിയിൽ കയറി ഇരുത്തുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഒക്കെ ആ കുട്ടിക്ക് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടായിരിക്കും ആദ്യമേ തോന്നുന്നത്. പക്ഷേ അതെവിടെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ അമ്മ എങ്ങനെയുള്ളൊരു ഉപദേശമായിരിക്കണം? തീർച്ചയായിട്ടും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഇതിപ്പോൾ സാറ് പറയുമ്പോഴും അത് ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ, സാധാരണ അമ്മമാരെന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നില്ല സാർ. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മയാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരുക്കത്തോടെയൊന്നും ആകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷമം പിടിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാണ് ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറയുന്നത്. പിന്നെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ പലപ്പോഴും ഈ പെൺകുട്ടികളെ കുറിച്ചുള്ള ആശങ്കകളാണ് അമ്മമാർക്ക്, പേടിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ പേടിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ പ്രാർത്ഥനയ്ക്ക് പകരം സ്ഥിരം സീരിയലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാം മാത്രം കാണുന്ന ഒരു സാഹചര്യം പല കുടുംബങ്ങളിലും ഉണ്ട്. സന്ധ്യ അമ്മ ഇത് വെച്ചു കൊടുത്തിരിക്കുക, അമ്മയ്ക്ക് ജോലി തീർക്കണം. അതിനുവേണ്ടി അമ്മ ടി വിയുടെ മുന്നിൽ കൊച്ചിനെ എഴുതി, കൊച്ചു ചാനൽ മാറ്റി കൊച്ചു വേണ്ടാത്ത പല വാക്കുകളും പല സംഭവങ്ങളും കാണുന്നുണ്ട്. അവിടെ ബലാത്സംഗം ചെയ്യുന്നതും എല്ലാം കാണുന്നുണ്ട്. എനിക്ക് തന്നെ കൗൺസിലിങ്ങിന് എത്തിയ ഒരു പയ്യൻ, അവന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ കണ്ട ഒരു സിനിമ, ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല, അതിനകത്ത് ഇതുപോലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ഫിലിം സ്റ്റാർ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മറ്റോ. ഇവനെ ആകർഷിച്ചത് അയാൾ ചെയ്ത രീതികളും ഒക്കെയാണ്. അപ്പം ഇവൻ പെണ്ണുങ്ങളെ തേടി നടക്കുകയാണ്, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. അവസാനം പെണ്ണുങ്ങളെ തേടി നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് സ്വന്തം അമ്മയിലാണ് അവൻ ആദ്യം പരീക്ഷിക്കാനായിട്ട് നോക്കുന്നത്. അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി, അങ്ങനെ വരികയാണ്. ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മ ജോലിക്ക് പോകുന്നു, അപ്പൻ ജോലിക്ക് പോകുന്നു. ഇവര് കാണാൻ എടുത്തു വെച്ച സിനിമയാണ്, പക്ഷെ ഈ പയ്യൻ 7 പ്രാവശ്യം 8 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് കുഴപ്പങ്ങൾ വരുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം, ഞാനിപ്പോൾ എനിക്കറിയില്ല, ഒരു ഫാമിലി കൗൺസിലർ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്ന ഈ പ്രെയർഫുൾ അന്തരീക്ഷം അല്ല പല കുടുംബങ്ങളിലും. മോശമായ അന്തരീക്ഷങ്ങളുണ്ട്. ആദ്യമേ നമ്മൾ ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അപ്പൻ അമ്മ എങ്ങനെയായിരിക്കണം, അതൊരു വളരെ പ്രധാനപ്പെട്ട ചിത്രമാണ്. പിള്ളേർക്ക് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് മനസ്സിലാകും ആരോട് എന്തൊക്കെ പറയാം, അല്ലെ എന്തൊക്കെ മിണ്ടാം. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലി അല്ലേ, അവധി കിട്ടിയാലുടനെ, ഇപ്പോൾ തന്നെ അവധിക്കാലം അല്ലേ, അവധിക്കാലം ആദ്യമേ നമ്മൾ സ്കൂൾ അടയ്ക്കുന്ന ദിവസം അമ്മ വീട്ടിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകുകയാണ്.
അമ്മ വീട്ടിൽ പോയ അങ്കിളുമാരുടെ വീടുകൾ, അയലൊക്കെക്കാർ ഇങ്ങനെ നമുക്ക് മാങ്ങ പെറുക്കാൻ പോകുന്നു, അങ്ങനെ പല പരിപാടികളാണ്. ഭയങ്കര തിരക്കാണ് നമ്മൾ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ ഒരു സെക്ഷൽ അങ്ങനത്തെ ചിന്തകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിള്ളേരിലും വന്നിട്ടില്ല, നമ്മളെ വളർത്തുന്നവരിലും ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ, പിള്ളേർ ഉള്ളിലേക്ക് ഒതുങ്ങുക. ആരും പുറത്ത്, നമ്മളിപ്പോൾ ഈ അവധിക്കാലം ആകുമ്പോൾ വയലിലെല്ലാം കളിക്കുന്ന പിള്ളേരെ കാണുന്നില്ല, റോഡ് സൈഡിൽ കളിക്കുന്ന പിള്ളേരെ കാണുന്നില്ല. പിള്ളേരൊക്കെ അകത്തോട്ട് കയറി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ ടി വിയുടെ മുന്നിലോ. അപ്പോഴാണ് പിള്ളേർക്ക് ഇത് അപകടകരമായൊരവസ്ഥ വരുന്നത്. ഈ അമ്മമാരോട് ഞാൻ പറയുന്നത്, അവരെ കളിക്കാൻ കുറച്ച് പുറത്തോട്ടിറക്കണം, കഞ്ഞിയും കറിയും കളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പിള്ളേരെ വിടണം. അവരുടെ എനർജി, സെക്ഷൽ എനർജി കൺവേർട്ട് ചെയ്യും. ഇത് പിള്ളേരിങ്ങനെ ഇരുന്ന് ഉള്ള ജങ്ക് ഫുഡ്സ് എല്ലാം കഴിച്ച്, ഉള്ള ചിക്കൻ എല്ലാം കഴിച്ച് അവർക്കും വേണ്ടാത്ത ചിന്തകളും വികാരങ്ങളും വരുന്നുണ്ട്. അമ്മമാർ പെൺകുട്ടികളെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ കൂട്ടുകാരാരാണ്, അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്, ആവശ്യമില്ലാത്തവരുടെ കൂടെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, പ്രായത്തിൽ മുതിർന്ന ആണുങ്ങളുമായി അവൾ ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മമാർ കൂടുതൽ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ കുട്ടികളെ വിടാതിരിക്കുക. അത് മോളെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തിൽ ആരും സ്പർശിക്കാൻ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് അവളെ പറഞ്ഞു കൊടുക്കണം. ആ ശരീര വിശുദ്ധി എന്തുമാത്രം സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ആവശ്യമില്ലാത്തവർ കൈവെക്കണ്ട, കൈവച്ചാൽ കൈ എടുക്കുക എന്ന് പറയാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചു വിടണം. അത് നമുക്ക് പഠിപ്പിച്ച് വിടാൻ പറ്റും. എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായാലും അമ്മയോട് ഷെയർ ചെയ്യാം, അമ്മയോടോ ടീച്ചറിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്യണം. ഇത് ചിലപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികൾക്ക് അമ്മമാരെ പേടിയാണ് പെൺകുട്ടികൾക്ക് വന്ന് പറയാൻ. എന്തായിരിക്കും ഇങ്ങോട്ട് വരുന്ന മറുപടി എന്നറിയത്തില്ല. എനിക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ കുട്ടികൾക്ക് അമ്മമാരിൽ നിന്നുണ്ടായതുണ്ട്. കാരണം എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പോൾ പോത്ത്, കഴുത, പിള്ളേരെ വിളിക്കുന്ന പേരുകളൊക്കെ തന്നെയുണ്ട്. ഈ പോത്തിന് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഈയിടെ ഒരു അമ്മ, ഒരു നല്ല സുന്ദരി കൊച്ച, അതിനെ പോത്തെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള ഇത് അമ്മയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പില്ല. അപ്പം ഇത് പറയാനായിട്ട് ഇത് വേറെ ആൾക്കാരെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരത് മുതലെടുക്കും, കൊച്ചിനെ മുതലെടുക്കുകയാണ്. അങ്ങനെ ഒത്തിരി അപകടങ്ങളിൽ കുട്ടികൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അമ്മമാരോട് ഞാൻ പറയുന്നത്, നല്ല പുസ്തകങ്ങൾ വായിക്കുക നേരം കിട്ടുമ്പോൾ. ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ബോധം അമ്മയ്ക്ക് ഉണ്ടാവുക. രണ്ടാമത്, ആ കുട്ടിയുടെ സൗഹൃദങ്ങളും ആ കുട്ടി കാണുന്നതും കേൾക്കുന്നതും എന്താണെന്ന് അമ്മ നിരീക്ഷിക്കുക. അവളുടെ ഇഷ്ടങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പള്ളിയിൽ മിഷൻ ലീഗും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒത്തിരി ജീസസ് യൂത്തിൻ്റെ ഒത്തിരി കൊച്ചു കൊച്ചു പരിപാടികളുണ്ട്. ഈ അവധിക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്തരം ക്യാമ്പുകളിലോ അത്തരം പരിപാടികളിലോ പങ്കെടുപ്പിച്ചാൽ അവർ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ കൂടും. കൊച്ചു കൊച്ചു ടിപ്സൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്ക് പറയാൻ പറ്റില്ലാത്ത പലതും കുട്ടിക്ക് കിട്ടും. അങ്ങനെയാണ് കുട്ടികളുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത്. അതിന് അമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങളിൽ നമുക്ക് പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഇച്ചിരി ബോൾഡായിട്ട് തന്നെ വളർത്തണം. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനുള്ള കരുത്ത് അവർക്ക് ഒരു അമ്മ നേടിക്കൊടുക്കണം. അതിന് അമ്മയ്ക്ക് ആ കരുത്തുണ്ടാവണം. അപ്പോൾ അമ്മയിൽ നിന്ന് ആ കരുത്ത് നേടുന്ന ഒരു മോള് നല്ല കരുത്തുള്ള കുട്ടിയായിരിക്കും. അവൾ ഓരോ അപകടങ്ങളിലും പോവില്ല. ഏത് രാജ്യത്ത് പോയി പഠിച്ചാലും ഓരോ അപകടങ്ങളിൽ നിന്നും പോകാതെ തിരിച്ചു വരും. അതിന് കുട്ടികൾക്ക് സാധിക്കും, പെൺകുട്ടികൾക്ക്. മാഡം, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടു കൊച്ചുകുട്ടികളുടെ ഒരു പെയർ ഗ്രൂപ്പിലെ ഒരു ഡിസ്കഷനിൽ നിന്നാണ് ഇത് വന്നത്. അപ്പം ഈ കുഞ്ഞു കുട്ടികളിൽ വൈകാരിക, അതായത് ലൈംഗിക വികാരങ്ങൾ പ്രത്യേകിച്ചും ഉടലെടുക്കുന്നത് ഏത് വയസ്സ് മുതലാണ്? കുട്ടികളിൽ മാതാപിതാക്കളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഒരു 13-14 വയസ്സാകുമ്പോഴാണ് കുട്ടികളിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളത്. അത് തെറ്റാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുക. ഒരു 1.5 വയസ്സ് 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ പോലും നമ്മൾ വികാരങ്ങളെ ഉണർത്തി വിട്ടാൽ കുട്ടിക്ക് വികാരം ഉണ്ടാവാം. അതായത് 2 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരാൾ മിസ്യൂസ് ചെയ്താൽ ആ കുട്ടിക്ക് അതിനകത്തൊരു രസം ഫീൽ ചെയ്യാം. അപ്പം ആ കുട്ടി വീണ്ടും വീണ്ടും അയാളുടെ അടുത്തേക്ക് ഈ കാര്യത്തിന് വേണ്ടി ചെല്ലാം. അപ്പം അതുകൊണ്ട് അപ്പം മുതൽ നമ്മൾ സൂക്ഷിക്കണം, ആദ്യം മുതൽ. കാരണം ഒരു 2 വയസ്സുള്ള കുട്ടി മുതൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവളിലെ ഓരോ സമയത്തും അമ്മമാർ സൂക്ഷിക്കേണ്ട അവരുടെ വസ്ത്രധാരണം വികാരം ഉണ്ടാക്കാം. ആവശ്യമില്ലാത്ത കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ആവശ്യമില്ലാത്ത അവരുടെ ലൈംഗിക അവയവങ്ങളിൽ തൊട്ടിക്കിളിപ്പെടുത്തുക. ഇപ്പം പണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം ലൈംഗികതയെക്കുറിച്ചുള്ള ബോധം ഇല്ലായിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പം ഈ പിള്ളേരെ എടുത്തു വെച്ചിട്ട് ഉമ്മ കൊടുക്കുക, ലൈംഗിക അവയവങ്ങൾ ഇക്കിളിപ്പെടുത്തുക, ഉമ്മ കൊടുക്കുക. പിന്നെ പിള്ളേർ ഡ്രസ്സൊക്കെ ചെയ്യാൻ നടക്കുമ്പോൾ പിച്ചാ തീങ്ങെടുത്തോ കണ്ടിച്ചു കളഞ്ഞേക്കാം, ഇങ്ങനെയൊക്കെ ആൺപിള്ളേർ നടക്കുമ്പോൾ പറയുക. ഇതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ പോലും ചെറിയ കുട്ടികളെ പോലും അങ്ങനെ ലൈംഗിക അവയവങ്ങളിൽ തൊട്ടിക്കിളിപ്പെടുത്തുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അവരെ വസ്ത്രം ധരിപ്പിക്കണം.
വസ്ത്രം ധരിപ്പിക്കാതെ നടത്താൻ പാടില്ല. ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ മറ്റുള്ളവർക്ക് കൂടുതൽ അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടി അമ്മമാരത് ശ്രദ്ധിക്കുക. സെക്സി ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ എന്നൊക്കെ പോലും ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള കുട്ടികളിൽ സെക്സി ആയിട്ടുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. ഭയങ്കര ടൈറ്റ്, കാരണം അത്തരം വേഷങ്ങൾ തന്നെ കാണുന്നവരിലും വികാരം ഉണ്ടാക്കും, കുട്ടിയിലും ഉണ്ടാക്കും. വസ്ത്രധാരണ ഇമോഷൻസിനെ ഉണ്ടാക്കും. അത് പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അമ്മമാർ സൂക്ഷിക്കേണ്ടത് ചെറുപ്പം മുതലേ അവരെ നന്നായി വസ്ത്രം ധരിപ്പിക്കുക. ആഹാരത്തിൽ സൂക്ഷിക്കണം. അതായത് ആവശ്യമില്ലാത്ത ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ആഹാരമല്ല നമ്മുടെ പിള്ളേർ കഴിക്കുന്നത്. അവർ കഴിക്കുന്നതിൽ കുർക്കുറെ, ലേസ്, പപ്സ്, പെപ്സി ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പലപ്പോഴും അടങ്ങിയിരിക്കുന്ന ചില സാധനം ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ട്, കളറുണ്ട്, കെമിക്കലുകളുണ്ട്, ഹോർമോണുകളുണ്ട്. ഇതൊക്കെ കൊച്ചു കുട്ടികളിൽ ഇമോഷണൽ ചേഞ്ചസ് വരുത്തുന്നു എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ പണ്ടൊക്കെ നമ്മൾ നാച്ചുറൽ ഫുഡ്സ് ധാരാളം കൊടുക്കും. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന കപ്പ, ചക്ക, ചേമ്പ്, ചേന ഇതെല്ലാം കൊടുക്കും. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടുണ്ടല്ലോ ഇവർ കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇവരിൽ ഹോർമോൺ വളരെ കുറയുകയാണ്. ഈസ്ട്രജൻ ഹോർമോൺ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഇപ്പോൾ. അതായത് ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ മുലപ്പാലില്ല കൊടുക്കാൻ. കാരണം ഈ കുട്ടി ചെറുപ്പത്തിൽ വളർന്നു കഴിക്കുന്ന ഈ ജങ്ക് ഫുഡ്സ് എല്ലാം കൂടി ഈ കുട്ടിയിൽ ആ സ്ത്രീത്വത്തിൻ്റെ ശരിയായ അവസ്ഥ മാറ്റിക്കളയുന്നു. അമ്മമാർ ചെറുപ്പം മുതലേ പിള്ളേരെ വളർത്തുമ്പോൾ സാധാരണ ഭക്ഷണം കൊടുക്കണം. നേരെ വല്ലപ്പോഴും ഒക്കെ ചിക്കൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, ദേഷ്യം വരണ്ട. ഞാൻ പറഞ്ഞൊരു ഭാഗം എന്നാ വെച്ചാൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം, ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കണം. അവർ കാണുന്നതും കേൾക്കുന്നതും ഇമോഷൻസിനെ ഉണ്ടാക്കും. അവർ കാണുന്നതും കേൾക്കുന്നതും ഇമോഷൻസിനെ ഉണ്ടാക്കും. പാട്ടുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന കഥകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെലക്റ്റീവ് ആയിരിക്കണം. ടി വി കാണിക്കണം. ഈ പ്രായത്തിൽ ഫുൾ ടൈം ടി വി ഓൺ ചെയ്ത് വെച്ച് പോകരുതെന്നല്ല പറയുന്നത്. ഈ കാർട്ടൂൺ പോലും അപകടമാണ്. അപ്പോൾ അവർ സെലക്റ്റീവ് ആയിരിക്കുക. അവർക്ക് എന്താണ് ഒരു മെസ്സേജ് കിട്ടുന്ന ഒരു സാധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അവരുടെ ആ വ്യക്തിത്വ വികസനം വളരെ ഭംഗിയായി നടക്കും. അപ്പോൾ അതിനകത്ത് ഭയപ്പെടേണ്ട ഒരു സംഭവം നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വസ്ത്രധാരണം, ആഹാരം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ കുട്ടികളിൽ ഒരു 1.5-2 വയസ്സുള്ളപ്പം മുതൽ അവരിൽ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകാം. അത് അമ്മമാര്, ചെറുപ്പക്കാരായ അമ്മമാര് അറിഞ്ഞിരിക്കുക, ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈയിടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരാൾ ആ കുട്ടിയെ എടുത്തിട്ട്, പെൺകുട്ടിയാണ്, ഇങ്ങനെ എടുത്തു പിടിച്ച് വയറ്റിൽ തെരുതരം ഉമ്മ വയ്ക്കുകയും ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ കൊച്ചു കിടുകിടാന്ന് ചിരിക്കുന്നുണ്ട്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്കാണെങ്കിൽ തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി ഇങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അമ്മയ്ക്കാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റുക. അവൾക്കത് രസമാണ്. അതുകൊണ്ട് അവളത് എൻജോയ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ പല കുട്ടികളും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഈ 4 വയസ്സുള്ള കുട്ടി, എനിക്ക് അങ്ങനത്തെ കേസ് വന്നിട്ടുണ്ട്. 4 വയസ്സുള്ള ഒരു കുട്ടി ഇതുപോലെ, അവളുടെ ഒരു കസിൻ ബ്രദർ തന്നെയാണ്. അപ്പൊ ആ കസിൻ ബ്രദർ ഒരു രസത്തിന് ചുമ്മാ ഇവളെ എടുത്തോണ്ട് നടന്നു. അവസാനം കൂടെ കിടത്തി. അവസാനം അവൻ ഓരോന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് രസമാണിത്. അപ്പൊ അവള് ആരും അറിയാതെ ഇവന്റെ മുറിയിൽ പോവുകയാണ്. പിന്നെ അപ്പൊ ആരും അറിയാതെ മുറിയിൽ പോയിട്ട് അവൾക്കിത് വേണം, അവൾക്കില്ലാതെ പറ്റില്ല. പിന്നെ അവളെ കുളിപ്പിക്കാനായിട്ട് അമ്മ പിടിച്ചപ്പോഴാണ് അമ്മ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒത്തിരി കേസുകൾ വരാറുണ്ട്. ഈ കൊച്ചാൺകുട്ടികൾ വേണ്ടാത്തതൊക്കെ കണ്ടിട്ട് ഓൺ സിസ്റ്റേഴ്സിൽ, സ്വന്തം പെങ്ങന്മാരിൽ തന്നെ പരീക്ഷിക്കുന്ന ധാരാളം കേസുകൾ വരാറുണ്ട്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് നമ്മുടെ അശ്രദ്ധയാണ്. നമ്മുടെ അശ്രദ്ധയുണ്ട് അമ്മമാരുടെ. അമ്മമാരെ ശ്രദ്ധിക്കണം കുട്ടികളെ നന്നായിട്ട്. നേരെ ഇല്ല, വീട്ടിൽ ജോലിയുണ്ട്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയരുത്. ആവശ്യമില്ലാത്ത, ഇപ്പം ഈ അവധിക്കാലത്താണെങ്കിൽ പോലും പണ്ടൊക്കെ വിട്ടതുപോലെ ഇപ്പം നമുക്ക് അമ്മ വീടുകളിലോ അല്ലെങ്കിൽ വേറെ അടുത്ത് വിടരുതെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. വിടാൻ പറ്റുകയല്ലെന്നല്ല, വിടണ്ട. അമ്മ കൂടെ പോകാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഉത്തരവാദിപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മദർ, ആരെങ്കിലും കൂടെ പോകാൻ പറ്റിയല്ലാത്തൊരു സ്ഥലത്ത് കുട്ടിയെ വിടാതിരിക്കുക. ആവശ്യമില്ലാത്ത വേറൊരു ഇമോഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് കുട്ടികൾ, മാതാപിതാക്കൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് ഈ പറഞ്ഞപ്പോഴാണ് ബ്രദർ ഒരു തവണ ഒരു പെൺകുട്ടി മാനസികമായിട്ട് വരെ വളരെ തളർന്നു പോയിട്ട് അവൾക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ വരെ ഇത് ഉപദേശവും മരുന്നും ഒക്കെ വേണ്ടി വന്നു. ഒന്നുമില്ല, അവൾ ഉറങ്ങുമായിരുന്നു. ഉറക്കം തെളിഞ്ഞപ്പോൾ കണ്ടത് ബ്രദർ അവളുടെ സ്കേർട്ട് പൊക്കുന്നതാണ് അവൾ കണ്ടത്. ആ ഒരു വല്ലാത്ത ഷോക്കായിപ്പോയി ആ കുട്ടിക്ക്. പിന്നീട് അത് ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ ആൺകുട്ടികൾക്ക് ഇതെല്ലാം അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതിനകത്ത് നമുക്കൊരു
വലിയ ഒരു സംഭവം പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്. കാരണം ഇത് അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉള്ളത്. അവരുടെ ആ ലൈംഗികത വളരുന്ന സമയത്ത് ആണെങ്ങനെയാണ് പെണ്ണെങ്ങനെയാണ് അവരുടെ അവയവങ്ങൾ എങ്ങനെയാണ് ഇതറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതിനെ വലിയൊരു പാപബോധമൊക്കെ കൊടുത്തു ഭയങ്കര സംഭവമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പം അവരുടെ ആ പ്രായത്തിൽ അവർക്ക് ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ആൺകുട്ടിക്കും ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കാതെ വരുമ്പോഴാണ് ഇത് ജിജ്ഞാസ വളരുന്നത് കുട്ടികളിൽ. കുഞ്ഞുങ്ങളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ്. അതിൽ നമുക്ക് എന്തും എഴുതി ചേർക്കാം, നല്ലതും ചീത്തയും. അവരുടെ മനസ്സ് നന്മ കൊണ്ട് സമ്പന്നമാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.